ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ക്യുക്ക് റെസിപ്പി വീഡിയോ ആയാലും. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ബീഫ് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിലേക്ക്. എനിക്ക് എപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആഗ്രഹം ഉണ്ടാവുക ബീഫ് കഴിക്കാനായിട്ടാണ്. കഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എനിക്ക് ബീഫിൻ്റെ അവൈലബിലിറ്റി വേറെ കുറവാണ്. പിന്നെ പോരാത്തതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ബീഫാണ്. എൻ്റെ വീട്ടിൽ വേറെ ഈ പോർക്കോ ബീഫോ വയ്ക്കുന്ന പരിപാടിയില്ല. കാരണം എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും കഴിക്കില്ല. ഇവിടെ കഴിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് അച്ഛനും ഞാനും അച്ഛനെയാണ്. അച്ഛൻ പിന്നെ കുവൈറ്റിൽ നിന്ന് വരുന്ന ടൈമിലാണല്ലോ. എന്നാലും ഞങ്ങൾക്ക് പിന്നെ കിട്ടുക വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മായിമാരുടെ വീട്ടിൽ പോകുന്ന സമയത്ത് അവരുടെ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഞങ്ങൾക്ക് നോർമലി ബീഫ് കിട്ടാറുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ. അമ്മ ഉണ്ടാക്കില്ല, ഓക്കെ, പക്ഷേ എന്തുകൊണ്ട് എനിക്ക് ഉണ്ടാക്കിക്കൂടാ അങ്ങനത്തെ സെറ്റപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയിരുന്നപ്പോൾ ഭയങ്കര വൈറലായിട്ട് യൂട്യൂബിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന, യൂട്യൂബിൽ ഇൻസ്റ്റയിലും എല്ലായിടത്തും പൊയ്ക്കൊണ്ടിരുന്ന ഒരു ബീഫിൻ്റെ റെസിപ്പി ഉണ്ട്. ഭയങ്കര സിമ്പിൾ ക്യുക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പി. ഞാൻ വിചാരിച്ചു ഓക്കെ, എനിക്കത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ലുക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ. അപ്പോൾ നോക്കാം എങ്ങനെയാവും, ഫ്ലോപ്പ് ആവുമോ നന്നാവുമോ എന്താണെന്നുള്ളത്. സോ ഞാൻ ബേസിക്കലി ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ സാധനം ഉണ്ടാക്കാൻ പോകുന്നത്, ബീഫ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ബീഫ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാവും എന്താവും എന്നുള്ളത് അറിയില്ല. നമുക്ക് ഉണ്ടാക്കി നോക്കാം പ്ലീസ്. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുക്കായിട്ട് നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉപ്പാണ്. നമ്മളിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നത് പിങ്ക് സോൾട്ടാണ്. കാലങ്ങളായിട്ട് പിങ്ക് സോൾട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ച് കുറവ് മതി. നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൈമിൽ ഇതിനേക്കാൾ കൂടുതൽ വേണ്ട, ഭയങ്കര ഉപ്പ് കൂടുതലായിട്ട് തോന്നും. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതുപോലെ ഒരു പിടി കണക്കിനാണ് ഞാൻ എടുത്തിട്ട് അരച്ച് വെച്ചിട്ടുള്ളത്. കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് ചില്ലി ഫ്ലേക്സ്. ഇത് നമ്മളൊരു 5 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ബീഫിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1 kg ആണ്. നമുക്ക് സ്പൈസ് വേറെ നമ്മളൊന്നും ചേർക്കുന്നില്ലല്ലോ. പിന്നെ നമുക്ക് കറി ലീവ്സും പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുള്ളി, ഇതും നല്ലോണം വേണം. കരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഈ വക സാധനങ്ങളാണ്. പിന്നെ നമ്മുടെ ഏറ്റവും മെയിൻ സാധനം ബീഫ്. നമ്മളിവിടെ 1 kg ആണ് ബീഫ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമ്മൾ ഉള്ളതിൽ ഏറ്റവും ഭംഗിയില്ലാത്ത കുക്കർ നോക്കി എടുക്കണം. കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എക്സ്പെരിമെൻ്റ് ആണ്. ലാസ്റ്റ് കുക്കർ കേടാവോ കറി നന്നാവോ എന്നൊന്നും അറിയാത്ത കാരണം നമ്മൾ അങ്ങനത്തെ നോക്കി എടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ബീഫിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മളിൻ്റെ അടുത്തായിട്ട് ഇടാൻ പോകുന്നത് ഉപ്പാണ്. നമ്മൾ നേരത്തെ ഉപ്പെടുത്ത വെച്ചിട്ടുണ്ടാകും കേട്ടോ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ കറിവേപ്പിലയും അതുപോലെ തന്നെ കുഞ്ഞുള്ളി ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ നല്ല രസമല്ലേ കാണാനായിട്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി മിക്സ് കണ്ടതിപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി നമ്മൾ ഒരു കുറച്ച് തുള്ളി വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തോളും. ഈ കറിവേപ്പിലയുടെയും പിന്നെ അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെയും ഉള്ളിയുടെയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒക്കെ ഒരു മണം വരും നമ്മൾ ഈ മിക്സ് ചെയ്ത് വരുമ്പോൾ. അച്ഛനെ അതിൻ്റെ ഒരു പറയാറുണ്ട്, എനിക്ക് ഏറ്റവും കൂടുതൽ കറി വെച്ചിട്ടുള്ളതിനേക്കാൾ സ്മെല്ലിനേക്കാൾ ഇഷ്ടം ഈ സ്മെല്ലാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു ഇച്ചിരി പോളം വെള്ളം മനസ്സിലാം. എന്നിട്ട് നിങ്ങൾ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ട് വെച്ചാൽ മതി. ഇതിനിപ്പോൾ എന്താ പറയുക, നമ്മുടെ ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങുന്ന കാരണം ഞാൻ ഇത്രയ്ക്ക് ഒഴിക്കുന്നുള്ളൂ. അതിനേക്കാൾ കൂടുതൽ വെള്ളം ഒഴിക്കുന്നില്ല. കുറച്ച് വെള്ളം മിക്സിലൊക്കെ കാണുന്നുണ്ട്. അത്രയ്ക്കും വെള്ളമാക്കിയിട്ട് നമുക്ക് ഇനി ഇത് അടച്ച് അടുപ്പത്തേക്കാം. അങ്ങനെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു 7 വിസിലേക്ക് വരെ വെക്കാം. നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ മീറ്റ്. അതുപോലെ തന്നെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാലാണ് ടേസ്റ്റ് കൊള്ളും. നമ്മളങ്ങനെ ബീഫ് അടുപ്പത്ത് വെച്ച് വന്നപ്പോഴേക്കും നല്ല മഴയായിട്ടുണ്ട്, നല്ല അടിപൊളി മഴ. നമ്മൾ നമ്മുടെ ബീഫ് കുക്കറിൽ നിന്ന് എടുത്തിട്ട് ചീനച്ചട്ടിക്ക് ഇട്ടേക്കാണ്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒരു 5-10 മിനിറ്റ്സ് നമ്മളൊന്ന് ഡ്രൈ ആക്കി എടുക്കും. കണ്ടില്ലേ, അപ്പം നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു, നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ ബീഫ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ വെറൈറ്റി ടേസ്റ്റ്.
നമ്മൾ നോർമൽ ബീഫ് കഴിക്കുന്നതിനോ ഇപ്പോൾ ബീഫ് ഫ്രൈ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഭയങ്കര ഡ്രൈ ഫ്രൈ ആണെങ്കിലും കറി ഫോമിലാണെങ്കിലും എന്തുട്ടാണെങ്കിലും നോർമൽ കഴിക്കുന്ന സംഭവത്തിനേക്കാളും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ്. കാരണം വേറെ അധികം മസാലാസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് വെച്ചിട്ട് ഒരു എന്താ പറയുക ഒരു തിരക്കില്ല, കുഴപ്പമില്ല, ഭയങ്കര ഗംഭീരം അതിമനോഹരം അതൊന്നുമില്ല, ഒരു ഗുഡ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. പ്രോപ്പറായിട്ട് ഉപ്പും അതിലത്തെ ബാക്കി സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഉപ്പ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ പിന്നെ നമ്മൾ എക്സ്ട്രാ പിന്നെ വേറെ അതും ഇതൊക്കെ ആഡ് ചെയ്ത് അതിനെ മോഡിഫൈ ചെയ്യേണ്ടി വരും. സോ പ്രോപ്പർ എല്ലാ സാധനങ്ങളാണെങ്കിൽ ഒരു ഓക്കെ ഗുഡ് സാധനം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.